ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ബർബറിക് എന്ന് പറഞ്ഞ ടീസർ പുറത്തിറങ്ങി. പിന്നെ കോര എന്ന് പറഞ്ഞ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. വിജയ് സേതുപതിയാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻ ഗലിയോൻ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളതും ഫെബ്രുവരി 28 എന്ന് വെച്ചാൽ അടുത്ത മാസം 28 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ബേഡാസ് രവികുമാർ എന്ന് പറഞ്ഞിട്ടുള്ളതും അടുത്ത മാസം 7 ഫെബ്രുവരി 7 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ഗോൾ എന്ന് പറഞ്ഞ പടത്തിന്റെ മേക്കേഴ്സ് എടുക്കുന്ന അടുത്ത പടത്തിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഹാഫ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു വാമ്പയർ ബേസ്ഡ് ആയിട്ടുള്ള ഫിലിമാണ്. ഗോൾ എന്ന് പറഞ്ഞ നല്ല പടം തന്നെയായിരുന്നു. ഇത് നല്ലതാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. നീംപോളി 9 അഭിനയിക്കുന്ന പടമാണ്. നീംപോളി തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ബൈരം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഓ വെന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ പ്രൊമോ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. ഫുൾ സോങ് ഒന്ന് 4-5 പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാനാണ് പുറത്തിറക്കിയത്. പിന്നെ ഇന്ന് ബെലംകൊണ്ടയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട് ആ പടത്തിൽ നിന്ന്. അതേമാതിരി ടൈസൺ ആയിരു എന്ന് പറഞ്ഞ പടത്തിൽ നിന്നും ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട് ശ്രീനിവാസ് ബെലംകൊണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ BSS 12 എന്ന് വെച്ചാൽ ബെലംകൊണ്ട സായി ശ്രീനിവാസിന്റെ 12ാമത്തെ പടത്തിൽ നിന്നും ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ട്രോമ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അധികം മുന്നത്തെ അപ്ഡേറ്റ് വീഡിയോയിലിട്ടാണ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതിയായിരുന്നു. അപ്പോൾ ലോഞ്ച് ചെയ്തതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ പടം ജനുവരി 10 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതും ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിജയ് സേതുപതി. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ കേരളത്തിലത്തെ തിയേറ്ററിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് എന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിന് ഉപാധി സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഉസ്രൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 1 ആയിട്ട് വരുന്ന പടമാണിത്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ലോകശാനിരാജാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ രുതിരൻ എന്ന് പറഞ്ഞാൽ മലയാള പടത്തിൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദാം ധൂം എന്നായിട്ടുള്ള ജയരവിയുടെ പഴയ പടം, ആ പടം ഇന്ന് റിലീസിന് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ റിലീസായി വന്നിട്ടുണ്ട്. പിന്നെ ഫൂലെ അങ്ങനെ തന്നെ വായിക്കാൻ തോന്നുന്നുണ്ട്. അത് ഏപ്രിൽ 11 2025 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സുമതി വളവ് എന്ന പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അർജുന അശോകൻ്റെ ഒക്കെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നേരെ പല്ലോട്ടി 90s കിഡ്സ് എന്ന് പറഞ്ഞ ഇതാണ് ഓർമ്മ വന്നത്. അതിലും അർജുന അശോകൻ ഉണ്ട്. എന്തായാലും നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയ ഒരു കളർഫുൾ പോസ്റ്റർ. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞതിൻ്റെ റിലീസ് ജനുവരി 10 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നാണ്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ജനുവരി 14 ആക്കിയിട്ടുണ്ട്. പിന്നെ മതഗജ രാജ എന്ന് പറഞ്ഞിട്ടുള്ള വിശാലും സന്താനം അഭിനയിക്കുന്ന പടം 2013 റിലീസ് ചെയ്യാനിരുന്നതാണ്. പക്ഷെ അത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ വർഷം പൊങ്കലിന് എന്ന് വെച്ചാൽ ഈ മാസം 12 പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ശിവശക്തി സോങ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെ 5-4 പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും പ്രൊമോ 10 മണിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഫത്തേ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഹീർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലാസ്റ്റ് ദിവസത്തെ ഷൂട്ടിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പടം പാക്കപ്പ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ അഗത്യ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ എന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു 6/3 അത് വന്നിട്ടുണ്ട്. ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്ന 3 ഭാഷയിലാണ് വന്നിട്ടുള്ളത്. ദളിതിൻ്റെ ടീച്ചർ കൊള്ളാം. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ ഇന്ന് 5/1 വരും എന്ന് പറഞ്ഞിരുന്നു. അത് ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിട്ടാണ് തോന്നിയത്. എന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ പ്രാവിൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിലത്തെ സൈക്ലോൺ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റ് കേരളത്തിലത്തെ ആവശ്യം 1.8 കോടി എന്നുള്ളതാണ് കേട്ടത്. അതേമാതിരി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 0.2 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. മൊത്തം അങ്ങനെ വേൾഡ് വൈഡായിട്ട് 4 കോടി കിട്ടിയെന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടത്തിൻ്റെ ബഡ്ജറ്റ് കേൾക്കുന്ന 12 കോടിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2025 ഹിറ്റ് ഈ പടം തന്നെയായിരിക്കും. പിന്നെ തമിഴ്നാട്ടിൽ 40 സ്ക്രീൻ കൂടിയും കൂട്ടിയിട്ടുണ്ട് 2ാമത്തെ ദിവസമായപ്പോൾ. പിന്നെ ദിലീപിൻ്റെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓണത്തിനാണ് റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് 2025. പിന്നെ മഡോക് ഫിലിംസിൻ്റെ അടുത്ത പ്രൊജക്ട്സുകൾ ഏതൊക്കെയെന്നുള്ള അറിയിച്ചുകൊണ്ടൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 2025 ഒരാൾ ദിവാലിക്ക് തമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമാണ്. ദിവാലിക്ക് എന്ന് പറയുമ്പോൾ ഒക്ടോബർ ആ സമയത്തായിരിക്കും. പിന്നെ ഒരാൾ ശക്തി ശാലിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമാണ്. അത് ഡിസംബർ 31 വരുന്നത്. പിന്നെ 2026 ബെഡിയ 2 വരുന്നുണ്ട്. അത് 14 ഓഗസ്റ്റിനാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ചാമുണ്ട എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. അത് ഡിസംബർ 4 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് 2026 പിന്നെ 2027 സ്ത്രീ 3 വരുന്നുണ്ട്. അത് 13 ഓഗസ്റ്റിനാണ്. പിന്നെ ഡിസംബർ 24 മഹാമൂഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള പടം. മൂഞ്ച എന്ന് പറഞ്ഞ പടത്തിന്റെ അടുത്ത പാർട്ടായിട്ടുള്ളത്. പിന്നെ 2028 പെഹല മഹായുദ്ധ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അത് ഓഗസ്റ്റ് 11. പിന്നെ ദൂസര മഹായുദ്ധ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഒക്ടോബർ 18. അങ്ങനെ ഇപ്പോൾ മാർവലിൻ്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അവഞ്ചേഴ്സ് വരുന്ന പോലെയാണ് ഈ ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ 2 തോന്നുന്നുണ്ട് 2028 വരുന്നത്. അതോടുകൂടി അവസാനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതാണ് അവരുടെ പടങ്ങൾ. പിന്നെ വിടാമിർച്ചി എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ട്രെയിലറിൻ്റെ സെൻസറിങ് കഴിഞ്ഞെന്നുള്ള കേൾക്കുന്നുണ്ട്. 2 മിനിറ്റും 24 സെക്കൻഡാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും പടം നീട്ടിച്ച് എന്നുള്ളതൊക്കെ അങ്ങനെ കേട്ടെ. പക്ഷേ ട്രെയിലറിൻ്റെ സെൻസറിങ് ഒക്കെ കഴിഞ്ഞ ഇതിക്ക് അധികം നീട്ടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ അടുത്തിൻ്റെ 9 days പോസ്റ്റർ വന്നിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. തമൻ്റെ ഫേവറേറ്റ് പോസ്റ്ററാണ് ഇത് എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 8 days പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിൽ 2ലും ട്രെയിലർ എന്തായാലും 5-4 വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് തന്നെയാണ് ആ പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ട്രെയിലർ ലോഞ്ചൊക്കെ നടന്നിരുന്നു ഹൈദരാബാദിൽ വെച്ചിട്ട്. അതിൽ രാജമൗലിയാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മുന്നേ അറിയിച്ചാണ്. എന്തായാലും അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നേ എങ്ങനെയായിരുന്നു ടീസർ, അതേപോലെ തന്നെയാണ് ട്രെയിലർ. ഭയങ്കര കളർഫുൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പടം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞ മാതിരി പടം ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതിലത്തെ ഈ ഷോട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് തുണി എടുത്തിട്ട് ബനിയനും ഇട്ടിട്ട് വാളും പിടിച്ചിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന മാതിരത്തെ ഒരു സീന്. പിന്നെ പടം IMAX പുറത്തിറങ്ങേണ്ടുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട് നാളെ.
അപ്പോൾ അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് പവൻ കല്യാൺ ആയിരിക്കും എത്തുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഗൻഗോ റേണുക തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ 28 ദിവസം കൊണ്ട് പടം 1799 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് ഒഫീഷ്യലായി അവർ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ SSMB 2 സൂപ്പർ സ്റ്റാർ മഹേഷ് SS രാജമൗലി എടുക്കുന്ന പടമാണ്. ആ പടത്തിൻ്റെ പൂജ ഇന്നലെ കഴിഞ്ഞെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഈ മാസം ലാസ്റ്റിലായിട്ടോ അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ആയിട്ട് തുടങ്ങുന്നുള്ളതാണ് കേട്ടിരുന്നത്. കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന ജനുവരി ലാസ്റ്റിലായിട്ട്, എന്ന് വെച്ചാൽ ഈ മാസം ലാസ്റ്റിലായിട്ട് തുടങ്ങുന്നുള്ളതാണ്. 2026 ലാസ്റ്റോട് കൂടിയിട്ട് ഷൂട്ട് മൊത്തം കംപ്ലീറ്റ് ആക്കുമെന്നുള്ള കേൾക്കുന്നുണ്ട്. 2027 പടത്തിൻ്റെ റിലീസ് ഉണ്ടാവുക. അത് ഞാൻ മുന്നേ പറഞ്ഞതാണ്. സെക്കൻഡ് പാർട്ടും ഈ സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കോ ഷൂട്ട് എന്നുള്ള അറിയില്ല. എന്തായാലും അത് 2029 വരുന്നുള്ളതാണ് മുന്നേ കേട്ടിരുന്നത്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ നടക്കാൻ പോകുന്നുള്ളത്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള യശിൻ്റെ പടം ഡിസംബർ 4 2025 എന്നുവെച്ചാൽ ഈ വർഷം ഡിസംബർ 4 പുറത്തിറങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പുറത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ലോക്കഡ് ആയിട്ടുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട് അനൗൺസ്മെൻറ്റിൻ്റെ സംഭവം. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ റിലീസായിട്ടുള്ളത്, തമിഴിൽ. അപ്പോൾ അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. തമിഴത്തെ തെലുങ്കിലത്തെ കൂടിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡൽഹിയിൽ നിന്നാണ് മാർക്കോ റിലീസായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും പോസ്റ്റർ വന്നിട്ടുണ്ട് എന്നാന്നുള്ള അറിയിച്ചുകൊണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14 ദിവസം കൊണ്ട് 12.82 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ 14ാമത്തെ ദിവസം മാത്രം മൊത്തത്തിൽ 2.45 കോടിയാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം 14 ദിവസം കൊണ്ട് 79.55 കോടികളാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് വേൾഡ് വൈഡ് ആയിട്ട്. പിന്നെ തെലുങ്കിൽ റിലീസായതിനു ശേഷം അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് 55 സ്ക്രീൻ വീണ്ടും കൂട്ടിയിട്ടുണ്ട് പടത്തിൻ്റെ. പിന്നെ മമ്മൂട്ടി വിനായകൻ ജിതിൻ കെ ജോസ് മൂവിയിലത്തെ മമ്മൂട്ടിയുടെ ലുക്ക് മുന്നേ തന്നെ പുറത്ത് വന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ലുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.